എങ്ങനെ ഇത് ചെയ്യാൻ കഴിഞ്ഞു? എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? നമ്മുടെ യുവാക്കൾക്ക് ഇനിയും എത്രയോ ജീവിതം ബാക്കി കിടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ലഹരിയാണോ കാരണം? സാമ്പത്തിക ബാധ്യതകൾ, അങ്ങനെ നൂറുകണക്കിന് ചോദ്യങ്ങൾ ഇതോടൊപ്പം ഉയരുന്നുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നത് ഈ കാര്യത്തിൽ കൂടുതൽ ഒരു വൈദഗ്ധ്യമുള്ള ഒരു വ്യക്തിയോട് തന്നെ നമുക്കിത് ചോദിച്ചറിയാം. സൈക്കോളജിസ്റ്റായ ഡോക്ടർ വാണി ദേവിയുണ്ട് നമ്മോടൊപ്പം. ഡോക്ടർ വാണി ദേവി, വിമൻസ് ഈവനിങ്ങിലേക്ക് സ്വാഗതം. ഇപ്പം ഞാനടക്കം നമ്മളിവിടെ നിൽക്കുന്ന ഡോക്ടർ ആണെങ്കിൽ പോലും ലോകത്തെവിടെ നമ്മൾ പോയാലും നമുക്ക് പുറത്തിറങ്ങാൻ എത്രയൊക്കെ പേടിയുണ്ടെങ്കിലും നമ്മുടെ വീട്ടിനുള്ളിലേക്ക് തിരിച്ചെത്തുമ്പോൾ നമ്മുടെ മനസ്സിലൊരു തണുപ്പാണ്, സുരക്ഷയുടെ തണുപ്പാണ്, കരുതലിൻ്റെ തണുപ്പാണ്. പക്ഷേ നമ്മുടെ കേരളത്തിലെ കുടുംബങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ആ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ലോകത്തെവിടെയായാലും എൻ്റെ വീട്ടിലെത്തിയാൽ ഞാൻ സുരക്ഷിതയാണ് എന്ന ആ ഒരു ബോധം പോലും നമുക്ക് നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ വരുന്ന ഈ വാർത്തകളെല്ലാം. ഈ അടുത്തിടെ വന്ന കൊലപാതകങ്ങളൊക്കെ തന്നെ സംഭവിക്കുന്ന ആ വീടിൻ്റെ സുരക്ഷിതത്വം എന്ന് നമ്മൾ കരുതിയിരുന്ന ഇടത്താണ്. എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? സുരക്ഷിതത്വം ഇല്ലായ്മ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ വളരെയധികം ആൻസൈറ്റി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിനകത്ത്. ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഇതിനു മുമ്പ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് പലപ്പോഴും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ലാതെ തന്നെ ഏതൊരു ക്രൈം എടുക്കുമ്പോഴും, പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഏത് ക്രൈമിനകത്തും ഈ ഒരു വീടിന്റെ പരിസരത്ത്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും സുരക്ഷിതം എന്ന് കരുതുന്ന വീടിനകത്ത് നിന്നുണ്ടാകുന്ന ആക്രമണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പൊ പല കാര്യങ്ങളിലും പറയുന്നത് ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നു, പ്രണയനൈരാശ്യം വന്നു, ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ആണ്. ഇതിനെ എന്തുകൊണ്ടാണ് മനുഷ്യന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുന്നത്? അല്ലെങ്കിൽ അതിന് ആത്മഹത്യയോ കൊലപാതകമോ മറ്റുള്ളവരെ ഉപദ്രവിക്കലോ ഒക്കെയാണ് പരിഹാരം എന്ന് കാണാൻ മനുഷ്യൻ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ശരിക്കും വേണ്ടുന്ന ഒരു പ്രതിസന്ധിയെ നേരിടാനുള്ള കഴിവുകൾ മനുഷ്യരിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടുന്നത്. അവിടെ ഒരു ജീവിത നൈപുണ്യത്തിന് വേണ്ടിയിട്ടുള്ള സ്കിൽസ് മനുഷ്യന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവനവന്റെ ഇമോഷണാലിറ്റിയുടെ പുറത്തുള്ള കൺട്രോൾ ഇല്ലാതാവുന്നു. അഗ്രഷൻ എന്നൊക്കെ പറയുന്നത് മനുഷ്യനും ഒരു ജീവി തന്നെയാണല്ലോ, ഒരു വൈൽഡ് ആനിമൽ അല്ലെങ്കിൽ ഒരു ആനിമലാണ്. വൈൽഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ആനിമലാണ്. അപ്പൊ ഈ ആനിമൽസിൽ നോർമലി ഇൻസ്റ്റിങ്ച്വൽ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. അവനവന്റെ സർവൈവലിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഇല്ലെങ്കിൽ അവിടെ അഗ്രഷൻ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത്, അതിന് വേണ്ടിയുള്ള അഗ്രഷൻ ഉണ്ടാവുക എന്നൊക്കെ. പക്ഷെ മനുഷ്യന്റെ ഒരു മേന്മയായിട്ട് നമ്മൾ പലപ്പോഴും കാണുന്നത് അവന്റെ ഫ്രോണ്ടൽ ലോബ് ഡെവലപ്പ് ചെയ്യുകയും, അതായത് ബ്രെയിനിന്റെ മുൻവശത്തുള്ള ഭാഗങ്ങളെ ഡെവലപ്പ് ചെയ്യുകയും ചിന്തിക്കാനുള്ള കഴിവുണ്ടാവുകയും ഇൻസ്റ്റിങ്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട്, ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുക എന്ന് പറയുന്ന ലോജിക്കൽ റീസണിങ് കൊടുക്കാൻ പറ്റുകയും ചെയ്യുന്ന കഴിവിനെയാണ് മനുഷ്യനെ മറ്റ് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ അല്ലാതെ ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഇല്ലാത്ത ഏത് കാര്യത്തിനും അഗ്രഷൻ എന്നുള്ള നിലയിലാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മനുഷ്യൻ ചിന്തിക്കുന്ന രീതിയിൽ വ്യത്യാസം എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരവൊന്നും പറയാനില്ല. നമുക്കതിന് ഒരുപാട് ഘടകങ്ങൾ ചേർന്നിട്ടാണ് ഇതുപോലെയുള്ള ക്രൈംസ് നമ്മുടെ ചുറ്റും നടക്കുന്നത്. അത് അവനവനെ വേദനിപ്പിക്കുന്നതാണെങ്കിലും മറ്റൊരാളെ വേദനിപ്പിക്കുന്നതാണെങ്കിലും, അത് ശാരീരികമായി മാത്രമല്ല മാനസികമായി വേദനിപ്പിക്കുന്നതിലും എല്ലാം നമ്മൾ ആനന്ദം കണ്ടെത്തുന്നത്. എനിക്കൊരു പ്രശ്നം വന്നാൽ ഞാൻ വേറൊരാളെ വേദനിപ്പിക്കുക, അല്ലെങ്കിൽ എന്നെ വേദനിപ്പിച്ചാലേ എനിക്ക് സമാധാനമുള്ളൂ, അതാണ് അതിനുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് മനുഷ്യരിപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഡോക്ടർ വാണിദേവി പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. ഈ അനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് എല്ലാ മനുഷ്യരിലും ഉള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നടക്കുന്ന നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും, അത് നല്ലതല്ലാത്ത പല ശീലങ്ങളും ഉണ്ട്. അതൊക്കെ തന്നെ ഈ അനിമൽ ഇൻസ്റ്റിങ്ക്റ്റിനെ കൂടുതലായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.